ഹായ് ഓൾ, വെൽക്കം ടു മെൻഡേഴ്സ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത അക്കൗണ്ടൻസിയിലെ ലാസ്റ്റ് ചാപ്റ്റർ പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ അടച്ചുപൂട്ടൽ എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് തിയറീസ് ആണ്. മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ പങ്കാളിത്ത സ്ഥാപനം അടച്ചുപൂട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഒരു 4 രീതികളാണ്. കരാർ പ്രകാരമാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എല്ലാ പങ്കാളികളുടെയും പൂർണ്ണ സമ്മതത്തോടെയോ അല്ലെങ്കിൽ കരാറുകൾ പ്രകാരമോ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം അടച്ചുപൂട്ടാൻ കഴിയും. ഇപ്പം നമ്മൾ അവരെ കരാറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഇത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ കരാർ പ്രകാരം നമുക്ക് അടച്ചുപൂട്ടാം. രണ്ടാമത് വരുന്നത് നിർബന്ധിത അടച്ചുപൂട്ടലാണ്. കമ്പൽസറി ആയിട്ട് അടച്ചുപൂട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു മോഡൽ എക്സാമിന് വന്നത്. നിർബന്ധിത അടച്ചുപൂട്ടലിനുള്ള 2 കാരണങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയുന്നത് പങ്കാളികളെ പാപ്പരത്വം, എല്ലാ പേരും അല്ലെങ്കിൽ ഒരാൾ ഒഴികെ. ഇപ്പോൾ ഒരു 4 ആളുടെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 4 പേരും അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി 3 പേരും ആണെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ പാർട്ട്ണർഷിപ്പ് അടച്ചുപൂട്ടണം. പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കച്ചവട പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, നിർബന്ധിതമായിട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടേണ്ടി വരും. അടുത്തത് അവിചാരിതമായ സംഭവങ്ങളാണ് പറയുന്നത്. ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ, ഏതെങ്കിലും പങ്കാളി മരിക്കുക, ഏതെങ്കിലും പങ്കാളിയെ പാപ്പരായിട്ടുള്ള പ്രഖ്യാപനം നടത്തുക, പങ്കാളിത്ത കരാർ പ്രകാരമുള്ള സംരംഭങ്ങളുടെ പൂർത്തീകരണം മുതലായവ. ഇപ്പം നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു പങ്കാളി മരിച്ചുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും പങ്കാളി പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്ത കരാർ പ്രകാരം നമ്മളെ സംരംഭങ്ങളുടെ പൂർത്തീകരണം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മുടെ സംരംഭം ആരംഭിച്ചത് അത് കംപ്ലീറ്റ് ആയി. ഇനി കോടതി മുഖേനയുള്ള അടച്ചുപൂട്ടൽ വരുന്നുണ്ട്. കോടതി മുൻകൈയിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ സ്ഥാപനം അടച്ചുപൂട്ടിപ്പിക്കും. എപ്പോഴൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പങ്കാളിയുടെ മാനസിക വിഭ്രാന്തി, ആ ഒരു സിറ്റുവേഷനിൽ കോടതി ഇടപെട്ട് അത് അടച്ചുപൂട്ടിപ്പിക്കും. പങ്കാളി എന്ന നിലയ്ക്ക് തൻ്റെ കൃത്യനിർവഹണത്തിൽ സ്ഥായിയായി വീഴ്ച വരുത്തൽ. അപ്പോൾ അതിലത്തെ പാർട്ട്നേഴ്സ് അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും സ്ഥായിയായ കാരണത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കോടതി ഇടപെട്ട് എന്ത് ചെയ്യും, ആ ഫേം അടച്ചുപൂട്ടിപ്പിക്കും. ഏതെങ്കിലും ഒരു പങ്കാളിയുടെ പങ്കാളിത്ത കരാറിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ആ കരാറിനെതിരെ ഏതെങ്കിലും പങ്കാളി പ്രവർത്തിക്കുകയാണെങ്കിലും കോടതി ഇടപെട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടിപ്പിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കും. ഇനി ഇതും ചോദിക്കുന്നത് തന്നെയാണ് അക്കൗണ്ടുകളുടെ തീർപ്പാക്കൽ. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് പറയുന്നത്, ഇപ്പം നമ്മുടെ പങ്കാളിത്ത സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ എന്തിൻ്റെ ഓർഡറിലാണ്, ഇപ്പം നമ്മുടെ ആസ്തികൾ വിറ്റ് കിട്ടുമല്ലോ, ആ കിട്ടുന്ന പണം ഉപയോഗിച്ച് കടങ്ങളും ബാധ്യതകളും ഏത് ഓർഡറിൽ തീർക്കണം, ആർക്ക് ആദ്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഈ ഡിസൊല്യൂഷൻ സംബന്ധിച്ചുള്ള ചിലവുകളാണ്. ഈ ഫേം അടച്ചുപൂട്ടുമ്പോൾ നമുക്ക് കുറച്ച് ചിലവുകൾ വരും. ഒരു ലിക്വിഡേറ്ററിന് വെക്കണം. അപ്പോൾ അതൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. അപ്പോൾ ഡിസൊല്യൂഷന് വരുന്ന ചിലവുകൾ, ആ ഫേം അടച്ചുപൂട്ടാൻ വരുന്ന ചിലവുകൾ ആദ്യം കൊടുത്ത് തീർക്കണം, ആസ്തി വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട്. പിന്നെ സ്ഥാപനത്തിന് പുറമേയുള്ള കടബാധ്യതകൾ അവസാനിപ്പിക്കണം, പുറമേയുള്ള ലൈബിലിറ്റീസ് കൊടുക്കണം. പിന്നെ പങ്കാളിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ലോൺ, പിന്നെയാണ് പങ്കാളികളുടെ ലോൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസുകൾ നമ്മൾ പേ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഓർഡർ പഠിക്കണം. ഫസ്റ്റ് ഡിസൊല്യൂഷൻ ചെലവ്, രണ്ടാമത്തേത് പുറമേയുള്ള ബാധ്യതകൾ, പുറമേയുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്ത് തീർക്കുക. ഇനി പാർട്ട്ണർ നമ്മുടെ ഫേമിന് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ലാസ്റ്റ് പൈസ എന്നാണ് എന്ത് കൊടുക്കുക, പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് കൊടുത്ത് തീർക്കുക. ഇതാണ് ഓർഡർ. ഇത് പഠിച്ചു വെക്കണം. ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഈ വീഡിയോയിൽ റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക, ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇത്, റിയലൈസേഷൻ അക്കൗണ്ട്. ഇതിൽ എന്തൊക്കെയാണ് കാണിക്കുക, ആസ്തികളുടെ വിൽപ്പന, കടബാധ്യതകൾ തീർത്തു കൊടുക്കുന്നത്, അപ്പോൾ ഇതിൽ നിന്നുള്ള ലാഭനഷ്ടങ്ങൾ മുതലായവയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഈ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.